പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ കയറുമ്പോ മുടി അഴിച്ചിട്ട് വരരുത്. എടി എടി ചേച്ചി, നീ പറഞ്ഞോ. എനിക്ക് ഈ സ്ഥലത്തെ പറ്റിയിട്ടേ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് നോക്കാം. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ വീട് നിൽക്കുന്നതാണെങ്കിൽ ഒറ്റപ്പെട്ട ഏരിയയില്. ഇനി അങ്ങാടിന്നൊന്നും ഇങ്ങോട്ട് വരാച്ചാൽ 1 കിലോമീറ്റർ നടക്കെങ്കിലും വേണം. അതിന് എടി ചേച്ചി, ആദ്യം ഞാൻ പറയുന്നത് നീ ഒന്ന് മുഴുവനായിട്ട് കേക്ക്. എന്നാ നീ പറ. ഏകദേശം ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. വീടിന്റെ അഡ്വാൻസ് ആണെങ്കിൽ 5000 രൂപ, വാടക 4000. അപ്പൊ തന്നെ ഇതില് ഓരോ ചുറ്റിക്കളി ഇല്ലേ? എന്താണ് ചേച്ചി നോക്കുന്നേ? നീ രാത്രിത്തെ മരുന്ന് കഴിച്ചോ? ഇല്ല. പോടി പോകാൻ. ഞാൻ പോവല്ലേ? അല്ലടി ചേച്ചി, നിനക്ക് നാളെ എപ്പോഴാ ഡ്യൂട്ടി? നാളെ 8 മണിക്കാന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടത്. ഓ, അപ്പോ ഞാൻ നാളെ ഒറ്റയ്ക്കാ? മറ്റന്നാള് കോളേജ് തുറക്കല്ലേ. എന്നാ പിന്നെ ചേച്ചി നാളെ ഞാൻ ഷോപ്പിങ്ങിന് പോയിക്കോട്ടെ? വേണ്ട, ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കെ. അതെ എടി ചേച്ചി, ഇത് ഏത് മുറിയിലുള്ള ഇത്? ഇടത്തെ മുറിയില് അവിടെ കവറും ബാഗും വെച്ചിട്ടുണ്ട്. ഓ, ഇതേ പ്രവീണെ, ഇത് ശരിയല്ല. നിന്നോട് ഞാൻ പലതവണയായി പറയുന്നു. മതി, ഇനി നീ എന്തെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളെ ആരൊക്കെ നോക്കിയാലും എന്റെ കുട്ടിയെ ഞാൻ നോക്കണ പോലെ ആവില്ലല്ലോ. നിന്നെ ഞാൻ മരുന്ന് കുടിക്കാനല്ലേ ഇങ്ങോട്ട് വിട്ടത്? ഞാൻ അത് കുടിച്ചോണ്ടിരിക്കണോ. അല്ലടി ചേച്ചി, ഈ വയലിൻ ആരതാ? അതിവിടെ താമസിച്ച് ചെയ്ത ഒരു കുട്ടീൻ്റെതാണെന്നാണ് ഓണർ പറഞ്ഞത്. അത് നാളെ അവര് വന്ന് എടുത്തോണ്ട് പോകും. നീ വാ, ഭക്ഷണം കഴിക്കാം. എന്നാ ശരി, വാ നടക്കാം.